ഷെയ്ൻ്റെ ഒരു റേഞ്ച്, അതായത് സിനിമകൾ കണ്ടുള്ള പരിചയം മാത്രമേ എനിക്കുള്ളൂ. നേരിട്ട് അഭിനയിച്ചു അല്ലെങ്കിൽ നേരിട്ട് പരിചയപ്പെടുക എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് പുള്ളി വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഒരു സീരിയലിൽ അഭിനയിക്കാൻ വന്നിട്ടുണ്ട്. അന്നേരം ഞാൻ അവിടെ സ്റ്റുഡിയോയിൽ വെച്ച് കണ്ടിട്ടുണ്ടോ അല്ലാതെ, പക്ഷെ സംസാരിച്ചിട്ടില്ല. ആദ്യമായിട്ട് സംസാരിക്കുന്നതൊക്കെ ഇവിടെ വെച്ചിട്ടാണ്. പക്ഷെ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. നമ്മളോട് നമുക്കൊരു എന്താ പറയാ, നമ്മളോട് ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നു പുള്ളിക്ക്. എനിക്ക് തോന്നുന്നു ഇപ്പൊ എന്നെ കുറിച്ച് കേട്ടിട്ടോ അല്ലെങ്കിൽ അച്ഛനോടുള്ള ബഹുമാനവും എന്നോടുള്ള ബഹുമാനം എല്ലാം കൂടി ചേർന്നുള്ളൊരു റെസ്പെക്റ്റ് ആണ്. തീർച്ചയായിട്ടും നമ്മളോട് വലിയ ഒരു അടുപ്പം കാണിച്ചിട്ടുണ്ട്. അത് തന്നെയല്ല, പുള്ളിയെ കുറിച്ച് കേട്ടതൊന്നുമല്ല നമ്മള് ലൊക്കേഷനിൽ കണ്ടത്. പുള്ളിയെ കുറിച്ച് കേട്ടതൊക്കെ എന്റെ ഡിഫറെന്റ് ആയിട്ടാണ് അദ്ദേഹത്തിന്റെ ബിഹേവിങ് വന്നത്. നമുക്ക് വലിയൊരു അതിശയം തോന്നും. ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടാണ് ആ സീനിൽ നിൽക്കുമ്പോഴാണേലും ഒരു ക്യാരക്ടർ പുള്ളി അത് എത്രത്തോളം അത് പെട്ടെന്ന് തന്നെ അത് ഗ്രാസ്പ് ചെയ്ത് അത് ചെയ്യുന്ന രീതിയും ഒക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും പൊതുവെ അതിശയമായിരുന്നു. കാരണം നമ്മൾ അങ്ങനെയല്ല പലതും കേട്ടിട്ടുള്ളത്. അല്ല, കാരണം ഷൂട്ട് ഇടുന്നതിന് മുമ്പ് കുറെ റാൻഡം എന്നെ വിളിച്ചിട്ട് എന്താ ഷീനാണോ, അയ്യോ എന്താ പുള്ളി ഇടപെടുവോ, അങ്ങനെ വന്നിട്ട് പുള്ളി ഇടപെടുന്നതായിട്ട് വന്ന് എന്തെങ്കിലും റീടേക്ക് വേണമെങ്കിൽ മാറ്റി ഞാൻ ചെയ്തോട്ടെ ഇങ്ങനെ ചോദിക്കുള്ളൂ. അല്ല ഞാൻ പറഞ്ഞില്ല, എന്നോടത്ത് പലരും ചോദിച്ചു ഇങ്ങനെ ഞാൻ ഇന്ന പടത്തിൽ അഭിനയിക്കാൻ പോകുന്നു, ഷെയ്നാണ് ഹീറോ, ചേട്ടാ അത് കംപ്ലീറ്റ് ആവുമോ എന്നൊക്കെയാ ചോദിച്ചത്. അത്രമാത്രം നെഗറ്റീവ് കാര്യങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഞെട്ടിപ്പോയി, സത്യം പറയാൻ ഞെട്ടിപ്പോയി. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഭയങ്കര പഞ്ച്വലാണ്, കറക്റ്റ് സമയത്ത് സെറ്റിൽ വരിക.